വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. പെസഹ വ്യാഴാഴ്ച കേരളത്തിലെ ക്രിസ്ത്യൻസ് വീട്ടിലുണ്ടാക്കുന്ന ഒരു വിഭവമാണ് കലത്തപ്പം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ കലത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു പാനിൽ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. പകുതി തേങ്ങയാണ് ഞാൻ ഇതുപോലെ ചെറുതാക്കി കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ തേങ്ങാക്കൊത്ത് കരിഞ്ഞു പോകാതെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റി വയ്ക്കാം. ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചുവന്നുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി കൊത്തി അരിയുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞാണ് എടുക്കാറുള്ളത്. ഈ കലത്തപ്പം എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ് കേട്ടോ. പണ്ടുകാലം മുതൽ എൻ്റെ മമ്മി വീട്ടിൽ ഇങ്ങനെയാണ് കലത്തപ്പം പെസഹയ്ക്ക് ഉണ്ടാക്കാറുള്ളത്. തേങ്ങാക്കൊത്ത് വറുത്തെടുത്തത് പോലെ തന്നെ ചുവന്നുള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റി നമുക്കൊന്ന് മാറ്റിവെക്കാം. പെസഹ എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് അരച്ചതിന് ശേഷം പുളിപ്പിക്കാനായിട്ട് വെക്കരുത്. ഞാനിപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അപ്പം പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തില്ല എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കലത്തപ്പത്തിന്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാദാ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പെസഹ എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമ്മൾ ദോശമാവൊക്കെ പുളിപ്പിക്കുന്നത് പോലെ ഈ അപ്പത്തിനുള്ള മാവ് പുളിപ്പിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഉഴുന്ന് അരയ്ക്കുന്നതിന് മുൻപായിട്ട് തന്നെ തേങ്ങാക്കൊത്തും അതുപോലെ ചുവന്നുള്ളിയൊക്കെ വറുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉഴുന്ന് അരച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പം തന്നെ നമ്മൾ അപ്പം ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണ ഈ അപ്പം ചുട്ടെടുക്കാറ്. ഈ അപ്പത്തിനുള്ള ബാറ്റർ ഒട്ടും ടൈറ്റ് ആവാനും പാടില്ല, അതുപോലെ തന്നെ ഒട്ടും ലൂസ് ആവാനും പാടില്ല. അപ്പം നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ആദ്യം ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ദോശമാവ് പോലെ അത്രയും ലൂസല്ല, എന്നാൽ ഇഡ്ലി മാവ് പോലെ അത്രയും ടൈറ്റ് അല്ല. അതായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എന്നാൽ നമുക്കിത് കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു ബാറ്റർ ആയിരിക്കണം കിട്ടേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഇപ്പോൾ എൻ്റെ കലത്തപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതായിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കുറച്ച് തിക്കാണ്, എന്നാൽ ചെറുതായിട്ടൊന്ന് ലൂസാണ് താനും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചുവന്നുള്ളിയും അതുപോലെ തേങ്ങാക്കൊത്തും വറുത്തെടുത്ത സെയിം പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കലക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി കൂടാൻ പാടില്ല, അത് കാരണമാണ് ഞാൻ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ അപ്പം നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാനിന് വലിപ്പം കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. പണ്ട് കാലത്തൊക്കെ വീടുകളിൽ തീക്കനൽ താഴെ മുകളിലേക്ക് ഇട്ടാണ് ഈ അപ്പം ചുട്ടെടുക്കാറ്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നത്. ഇതിൻ്റെ മീതെ ഞാൻ കുരുത്തോല കൊണ്ട് ഒരു കുരിശുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. അതേപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണം. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതായത് താഴ്ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൂക്ഷിച്ച് ഇതൊന്ന് തിരിച്ചിടണം. പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു വശം നന്നായി വെന്തതിന് ശേഷം മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു വശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അടിഭാഗം നന്നായി വെന്ത് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്നുകൂടി മൂടി വയ്ക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മറുവശം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് വെന്തോ ഇല്ലയോ എന്നുള്ളത്.
കുറച്ചുകൂടി വേവാനുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ്സ് എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് വറുത്തെടുക്കുമ്പോൾ രണ്ട് വശവും കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കലത്തപ്പത്തിന് പകരം ചിലർ ഇണ്ടേറിയപ്പം ഉണ്ടാക്കാറുണ്ട്. ആ ഇണ്ടേറിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. പെസഹ വ്യാഴാഴ്ച കലത്തപ്പം പെസഹ പാലിൻ്റെ കൂടെയാണ് നമ്മൾ സെർവ് ചെയ്യാറ്. ഈ പെസഹ പാലിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് കലത്തപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെൽ ഐക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്.